നമ്മുടെ രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു യുദ്ധവിമാനത്തിൽ കയറാൻ ഒരുങ്ങുകയാണ്. വീണ്ടും ഇത് രണ്ടാമത്തെ തവണയാണ്. ഹരിയാനയിൽ അംബാലയിൽ നിന്ന് റഫാൽ വിമാനത്തിൽ കയറി പറക്കാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇതിനുവേണ്ടി അംബാലയിലേക്ക് രാഷ്ട്രപതി എത്തിയിരുന്നു. നേരത്തെ സുഖോയ് 30 MKI യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്നു. 2023 സുഖോയ് വിമാനത്തിൽ രാഷ്ട്രപതി സഞ്ചരിച്ചത്. അന്ന് അസമിലെ തേസ്പൂർ വ്യോമസേനാ സ്റ്റേഷനിൽ വെച്ചായിരുന്നു അത് അരങ്ങേറിയത്. കഴിഞ്ഞ 18-ാം തീയതിയാണ് അംബാല സന്ദർശിക്കാൻ വേണ്ടി രാഷ്ട്രപതി തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് അംബാലയിൽ വെച്ച് റഫാൽ വിമാനത്തിൽ കയറി പറക്കാനൊരുങ്ങുകയാണ് രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഭിമാനാർഹമായ, എല്ലാ കാലവും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന അതിസുന്ദരമായൊരു നിമിഷത്തിനാണ് രാജ്യം സാക്ഷിയാകാൻ പോകുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫാൽ യുദ്ധവിമാനത്തിൽ കയറി സഞ്ചരിക്കാനൊരുങ്ങുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, എത്രത്തോളം തയ്യാറെടുപ്പുകൾ, എപ്പോഴാണ് രാഷ്ട്രപതി എയർബേസിലേക്ക് എത്തുക? അല്പസമയത്തിനുള്ളിൽ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ വഹിച്ചുകൊണ്ടുള്ള റാഫേൽ വിമാനം അംബാല എയർബേസിൽ നിന്ന് പറന്നു പോകുന്നതായിരിക്കും. രാഷ്ട്രപതി ഇപ്പോൾ റാഫേൽ വിമാനത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. റാഫേൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതിക്ക് ഒപ്പം പറക്കുന്ന വൈമാനികർ ഉൾപ്പെടെ ഉള്ളവരാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചരിത്ര നിമിഷം അല്ലെങ്കിൽ ചരിത്ര മുഹൂർത്തം യാഥാർത്ഥ്യമാകുന്നതായിരിക്കും. രാഷ്ട്രപതി ഹരിയാനയിലെ അംബാല എയർബേസ് സ്റ്റേഷനിൽ നിന്നാണ് രാഷ്ട്രപതിയുടെ റാഫേൽ പറക്കൽ. ഇതാദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതി റാഫാൽ യുദ്ധവിമാനത്തിൽ പറക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. 2020 റാഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. അംബാലയിലാണ് റാഫാൽ യുദ്ധവിമാനത്തിന്റെ ആദ്യ സ്ക്വാഡ്രൺ ഉള്ളത്. അതായത് ഇന്ത്യ വ്യോമസേനയുടെ ഗോൾഡൻ ആരോസ് എന്നറിയപ്പെടുന്ന 17-ാം സ്ക്വാഡ്രന്റെ ഭാഗമാണ് ആയിട്ടുള്ളതാണ് ഈ റാഫാൽ യുദ്ധവിമാനങ്ങൾ അടങ്ങുന്ന സ്ക്വാഡ്രൺ. ഏതായാലും ഇത് രണ്ടാം തവണയാണ് രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപതി കൂടിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു യുദ്ധവിമാനത്തിൽ പറക്കുന്നത്. നേരത്തെ സുഖോയ് 30 MKI യുദ്ധവിമാനത്തിലും രാഷ്ട്രപതി പറന്നിരുന്നു. 2023 ഏപ്രിൽ 8 രാഷ്ട്രപതി ഈ സുഖോയ് 30 യുദ്ധവിമാനത്തിൽ പറന്നിരുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. റഫാൽ യുദ്ധവിമാനത്തിൽ പറക്കാനൊരുങ്ങി രാഷ്ട്രപതി ദ്രൗപദി മുർമു.